ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദശാംശ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ 2 പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ 2 പാർട്ടും ഒന്ന് കണ്ടതിന് ശേഷം ഈ പാർട്ട് വന്നിട്ട് കാണുക കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ ഹരണത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ഹരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ദശാംശ സംഖ്യകളുടെ ഹരണം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.4/1.2. അപ്പോൾ നമുക്ക് പോയിന്റ് ഒഴിവാക്കിയിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇവിടെ അംശത്തിൽ എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. അംശത്തിൽ എത്ര പോയിന്റ് ഉണ്ട്? അംശത്തിൽ ഒരു പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണുള്ളത് അല്ലേ. ഛേദത്തിലോ 1. അപ്പം അംശത്തിലും ഛേദത്തിലും തുല്യം വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്പർ മാത്രം എടുത്ത് എഴുതാം. 24/12. 24/12 എത്രയാണ് ആൻസർ വരുന്നത്? 2 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.24/0.12. അംശത്തിലും ഛേദത്തിലും പോയിന്റ് ശേഷം എത്ര സ്ഥാനം വരുന്നത് നോക്കുക. അംശത്തിൽ 2 സ്ഥാനം, ഛേദത്തിൽ 2 സ്ഥാനം. അപ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്പർ മാത്രം എടുത്തെഴുതാം. അപ്പോൾ നമ്പർ എന്താ വരിക? 24/12. 24/12 2 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.024 ഡിവൈഡഡ് ബൈ 0.012. അംശത്തിലും ഛേദത്തിലും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലെ. അംശത്തിൽ പോയിന്റിന് ശേഷം 3 സ്ഥാനമുണ്ട്, ഛേദത്തിൽ 3 സ്ഥാനമുണ്ട്. അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പോയിന്റ് കളഞ്ഞിട്ട് എഴുതാം. പോയിന്റ് കളഞ്ഞിട്ട് നമ്പർ എങ്ങനെ എടുത്തെഴുതാം? 024 ഡിവൈഡഡ് ബൈ 012. ഇതിലെന്തോ ഒരു ഡൗട്ട് ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഈ നമ്പർ നോക്കുക. ഇവിടെ ഈ ഒരു സൈഡിൽ പോയിന്റിന് ശേഷം നമ്പർ ആണെങ്കിൽ ഈ 0 നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ സൈഡിൽ 0 വരുന്നത് നമ്പറിന് വാല്യൂ, ആ 0ക്ക് വാല്യൂ ഇല്ല. അപ്പം ഇതിനെ ഡയറക്റ്റ് നമുക്ക് 24/12 എന്ന് എടുത്തെഴുതാം. 24/12 2 ആണ് ആൻസർ വരുന്നത്. അതുപോലെ പോയിന്റിന് ശേഷം എവിടെ 0 വന്ന വാല്യൂ ഉണ്ടാവില്ല. ഇതാ ഈ 24 കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ 0 0 ഇട്ട് കൊടുക്കുന്നില്ല, അതിന് വാല്യൂ ഇല്ല കേട്ടോ. അതുപോലെ നമ്പർ ആണെങ്കിൽ ഈ സൈഡിൽ വരുന്ന ഈ 0ത്തിന് വാല്യൂ ഇല്ല. പോയിന്റ് വരുമ്പം ഏത് സൈഡിലാണ് ക്ലിയർ ആയല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതാ 2/4 ഇവിടെ 0 വന്നിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അതുപോലെ 0.2/0.4 ആണെങ്കിൽ നമ്മൾ ഇവിടെയും 0 ഇട്ട് കൊടുത്താൽ അതിന് വാല്യൂ ഉണ്ടാവില്ല. ഡയറക്റ്റ് 0.2/0.4 എന്ന് എടുത്തെഴുതാം. അതുപോലെ ഇതിന് 0.2/0.4 എങ്ങനെ എടുത്തെഴുതാം? 2/4 എന്ന് എടുത്തെഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.2 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 0.2 ഇൻറ്റു 0.3. നോക്കുക, അംശത്തിലും ഛേദത്തിലും പോയതിനു ശേഷം എത്ര സ്ഥാനങ്ങളുണ്ട് എന്ന്. 1 2 3. അംശത്തിൽ 3 വന്നു. അതുപോലെ ഛേദത്തിൽ എത്ര എണ്ണം വന്നു? 1 2 3. ഛേദത്തിൽ 3 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കത് പോയിന്റ് ഒഴിവാക്കിയിട്ട് എടുത്തെഴുതാം. ഇതിൻ്റെ എങ്ങനെ എടുത്തെഴുതാം? 2 ഇൻറ്റു 4 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക. 2 ഇൻറ്റു ക്യാൻസൽ, 3ഉം 6ഉം 2 വന്നു. 4 ഇൻറ്റു 2 8 ആൻസർ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.5 ഇൻറ്റു 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 0.5 ഇൻറ്റു 0.1. നമുക്കൊന്ന് പോയിന്റ് ശേഷം എത്ര നമ്പർ വരുന്നൊന്ന് കൗണ്ട് ചെയ്യാം അല്ലേ. അംശത്തിൽ 1 2 3 വന്നു. ഛേദത്തിൽ 1 2 3 വന്നു അല്ലെ. അംശത്തിലും ഛേദത്തിലും 3 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? പോയിന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് എടുത്തെഴുതാം. എങ്ങനെ എടുത്തെഴുതാം? 5 ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 1. ഇനി ക്യാൻസൽ ചെയ്യുക. ഇത്ര വരും 8 ഇൻറ്റു 4 32 എന്ന് ആൻസർ വരും. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0.2 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 0.5. അപ്പോൾ നമുക്ക് അംശത്തിലും ഛേദത്തിലും പോയിന്റ് ശേഷം വരുന്ന നമ്പേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 1 2 3 എണ്ണം വന്നു? 3 വന്നു. ഛേദത്തിലോ 1 2. അപ്പോൾ ഛേദത്തിൽ 2 ഉള്ളൂ. അപ്പോൾ തുല്യമാണോ? അല്ല അല്ലെ. ഛേദത്തിൽ 1ന്റെ കുറവുണ്ട്. അപ്പോൾ ഛേദത്തിൽ ഒരു നമ്പറിന്റെ കുറവല്ലേ. അപ്പോൾ ഛേദത്തിൽ എന്തുകൊണ്ട് ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുക. ഒരു നമ്പർ കുറവായതുകൊണ്ട് 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കിതിനെ പോയിന്റ് കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 10. പോയിന്റ് ഒരു നമ്പർ കുറവായതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത് കേട്ടോ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു ക്യാൻസൽ, 6ഉം 10ഉം 5 വരും, 3 വരും. അപ്പോൾ എത്ര വരിക? 12 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പോയിന്റ് കുറവായതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത്. 2 പോയിന്റ് കുറവാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. 3 പോയിന്റ് കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
0.5 into 0.4 into 0.6 into 0.7 divided by 0.2 into 0.3 into 0.4 into 0.5 into 0.6 അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. പോയിന്റ് എത്ര പോയിന്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4. അംശത്തിൽ 4 സ്ഥാനം വന്നു. ഛേദത്തിൽ നോക്കാം. 1 2 3 4 5 സ്ഥാനം വന്നു. അപ്പോൾ എവിടെയാണ് കുറവ്? അംശത്തിലാണ് കുറവ്. അംശത്തിൽ കുറവ് വന്ന സ്ഥലത്ത് എത്ര കുറവുണ്ട് നോക്കുക. 10ന്റെ പവേഴ്സ് കൊണ്ട്. അതായത് ഇവിടെ മുകളിൽ 4 എണ്ണേ ഉള്ളൂ അല്ലെ. 4 എണ്ണം വരുമ്പോൾ ഏത് കൊണ്ട് ഗുണിക്കുക? ഒരു 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കിതിനെ പോയിന്റ് ഇല്ലാണ്ട് എങ്ങനെ എടുത്ത് എഴുതാം? 5 ഗുണിക്കണം 4 ഗുണിക്കണം 6 ഗുണിക്കണം 7 ബൈ ഒരു 10 കൂടി വരും അല്ലേ. അംശത്തിൽ ഒരു പോയിന്റിന്റെ കുറവുണ്ട്. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചു. ഛേദത്തിൽ അപ്പോൾ ഈക്വൽ ആയല്ലോ. അപ്പോൾ 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 ഗുണിക്കണം 5 ഗുണിക്കണം 6. സിംപ്ലിഫൈ ചെയ്യുക. 4ഉം 4ഉം ക്യാൻസൽ, 5ഉം 5ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 2ഉം 10ഉം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. 5 വന്നു. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 7 into 5 35 ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരുന്നത്. 35 ഡിവൈഡഡ് ബൈ 3. ഇതിൽ അംശത്തിലാണ് ഒരു നമ്പറിന്റെ കുറവ് വന്നത്, അതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചു. തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ഛേദത്തിലായിരുന്നു കുറവ് വന്നത്. അപ്പോൾ അവിടെ ഒരു നമ്പറാണ് കുറവ് വന്നത് അല്ലെ. പോയിന്റിന് ശേഷം ഒരു നമ്പർ. അപ്പോൾ അവിടെ 10 കൊണ്ട് ഗുണിച്ചു. എവിടെയാണോ കുറവ് അവിടെ 10ന്റെ പവേഴ്സ് കൊണ്ട് ഗുണിക്കുക. 2 സ്ഥാനമാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം കേട്ടോ. ഇവിടെ രണ്ടിലും ഓരോരു സ്ഥാനം വന്നതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 into 1.4 മൈനസ് 2 into 1.3 ബൈ 1.2ന്റെ വില എത്രയാണ്? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡയറക്റ്റ് അംശം ഒന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. 5 into 1.4 5 into 14 എന്ന് പറയുന്നത് 70 ആണ് അല്ലേ. 70. അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പറാണ് വന്നത്. അപ്പോൾ 7.0 എന്ന് വരും. മൈനസ് 2 into 1.3 2 into 13 എത്രയാണ്? ഒരു 26 അല്ലേ. 26 പോയിന്റിന് ശേഷം ഒരു സംഖ്യ ബൈ 1.2 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 7 എന്നാണ് കേട്ടോ. ഇത് 7 എന്നാണ് അല്ലേ. 7ന്ന് 2.6 മൈനസ് ചെയ്യുക. 7ന്ന് 2.6 മൈനസ് ചെയ്യുക. അപ്പം ഇവിടെ 4 വരും, ഇവിടെയും 4 വരും അല്ലേ. 4.4 എന്ന് വരും. അപ്പോൾ 4.4 ബൈ 1.2. അപ്പോൾ അംശത്തിലും ഛേദത്തിലും തുല്യ നമ്പറാണുള്ളത് അല്ലേ. പോയിന്റിന് ശേഷം തുല്യ നമ്പറാണുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് 44/12 എന്നെടുത്ത് എഴുതാം. 44/12 എത്രയാണ് വരിക? 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 11/3 എന്ന് വരും അല്ലേ. 11/3 എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.00011 into 0.11 by 0.00121ന്റെ വില എത്രയാണ്? നമുക്കിതിന്റെ അംശം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അംശത്തിലെ നമ്പേഴ്സ് വരുന്നത് 11ഉം 11ഉം ആണ് അല്ലേ. 11 into 11 121 എന്ന് വരും. ഇനി പോയിന്റ് നോക്കുക. അംശത്തില് 3 5ഉം 2ഉം പോയിന്റിന് ശേഷം 7 നമ്പേഴ്സ് വേണം. ഇതിനെങ്ങനെ എടുത്തെഴുതാം? 7 നമ്പേഴ്സ് ആക്കി എടുത്തെഴുതണം അല്ലേ. ഫസ്റ്റത്തേല് 5 എണ്ണാണ്. ഫസ്റ്റത്തേല് പോയിന്റിന് ശേഷം 5 നമ്പർ വന്നു, അടുത്തതിൽ 2 നമ്പർ വന്നു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് പോയിന്റിന് ശേഷം എത്ര നമ്പർ വേണം? 7 നമ്പർ വേണം അല്ലേ. അപ്പോൾ 1 2 3 എണ്ണേ ഇവിടെ ആയിട്ടുള്ളൂ. 4 5 6 7 ഒരു പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക ബൈ 0.00121. ഇനി അംശത്തിലും ഛേദത്തിലും നോക്കുക അല്ലെ. പോയിന്റിന് ശേഷം എത്ര നമ്പർ വന്നിട്ടുണ്ട്? അംശത്തിൽ എത്ര എണ്ണം വന്നത്? 7 എണ്ണം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് 7 എണ്ണം വന്നു. ഛേദത്തിൽ എത്ര എണ്ണം ഉള്ളത്? ഛേദത്തിൽ 2 4 5 എണ്ണം വന്നു. അപ്പോൾ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? ഛേദത്തിൽ 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പോൾ 2 എണ്ണത്തിന്റെ കുറവാകുമ്പോൾ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 100 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എടുത്തെഴുതാം? 121 ബൈ 121 into 100 എന്നെടുത്ത് എഴുതാം. 100 രണ്ടെണ്ണം കുറവായതുണ്ട് കേട്ടോ. അതായത് 7ഉം 5ഉം ആണുള്ളത് അല്ലെ. അപ്പൊ 7ന്ന് 5ന്ന് 7ലേക്ക് എത്താൻ വേണ്ടി എത്ര സ്ഥാനം കൊടുക്കുക? 2 സ്ഥാനം വേണം. 5ന്ന് 7ലേക്ക് എത്താൻ 2 നമ്പറിന്റെയും കൂടി ആവശ്യമുണ്ട്. 2 നമ്പറിന്റെ ആവശ്യമുള്ളതുകൊണ്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം? 121 ക്യാൻസൽ ചെയ്തു പോകും. 1/100 എന്ന് വരും. 1/100 ഓപ്ഷനിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്തെഴുതാം. അല്ലെങ്കിൽ ഇതിനെ ഡെസിമൽ ആക്കിയിട്ട് എങ്ങനെ എടുത്തെഴുതാം? ഇവിടെ 2 0 അല്ലേ വന്നത്. അപ്പോൾ 10.0
0.01 എന്ന് എടുത്ത് എഴുതാം. അത് 100 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 1/10 എങ്ങനെയാണ് ദശാംശ രൂപത്തിൽ എടുത്ത് എഴുതുക, 1/100, 1/1000. അപ്പൊ ഇവിടെ 1/100 വന്നതുകൊണ്ട് അതിനെ എങ്ങനെ എടുത്ത് എഴുതാം, 0.01 എന്ന് എടുത്ത് എഴുതാം. നിങ്ങൾ ഓപ്ഷൻ നോക്കുക, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക. ചില ഓപ്ഷനിൽ 1/100 തന്നിട്ടുണ്ടാവും, ചില ഓപ്ഷൻസിൽ 0. ഡെസിമൽ ഫോമിലായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.007നെ ഒരു നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ 0.7 കിട്ടി. ഏത് നമ്പർ കൊണ്ടാണ് ഹരിച്ചത്? അപ്പോൾ 0.007നെ ഒരു നമ്പർ കൊണ്ട് ഹരിച്ചു അല്ലെ. ഒരു നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 0.7 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണ് ഹരിച്ചത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹരിക്കൽ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ അല്ലെ, അതായത് 0.007 ബൈ ഒരു നമ്പർ. നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഈ നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.7 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണ് ഹരിച്ചത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. അതായത് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 0.007 ഡിവൈഡഡ് ബൈ 0.7 ചെയ്താൽ മതി. 0.007 ഡിവൈഡഡ് ബൈ 0.7. അപ്പോൾ നോക്കുക, അംശത്തിൽ 3 സ്ഥാനമുണ്ട്, ഛേദത്തിൽ 1 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ അംശത്തിൽ 0.3 സ്ഥാനമുണ്ട്, ഛേദത്തിൽ 1 സ്ഥാനമേ ഉള്ളൂ. അതായത് ഈ 1 3ലേക്ക് എത്തണം. 1 3ലേക്ക് എത്താൻ വേണ്ടി ഇവിടെ എത്ര ആവശ്യമുണ്ട്? ഛേദത്തിൽ 2 ദശാംശ സ്ഥാനത്തിന്റെ ആവശ്യമുണ്ടല്ലേ. അപ്പൊ 2 ദശാംശ സ്ഥാനത്തിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ അവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ദശാംശ സ്ഥാനം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ നമ്പർ എങ്ങനെ വരും? 7/7 × 100. 7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് പോയി 1/100 എന്ന് വരും അല്ലെ. 1/100. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എടുത്ത് എഴുതാം? 1/100നെ ദശാംശ സ്ഥാനാക്കിയിട്ട് 0.01. ഫസ്റ്റത്തത് ഫ്രാക്ഷൻ ഫോമാണ് 1/100. അതിന്റെ ഡെസിമൽ ഫോം അതായത് ദശാംശ രൂപമാണ് 0.01. അത് ഓപ്ഷനിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ആവർത്തന ദശാംശ സംഖ്യകൾ PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നും. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ആൻസർ എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള സംഖ്യ ഏതാണ്? 0.7777. ഇതിനെ റെക്കറിംഗ് ഫോം എന്നാ പറയാ കേട്ടോ, റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ ഇത് ഇങ്ങനെ 0.7 ബാർ എന്നൊക്കെ എഴുതിയിട്ട് കാണാം. അതായത് ആ 7 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇനി ചില കേസിൽ 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും, 3 നമ്പേഴ്സ്. അതായത് ഇങ്ങനെ വരാം 0.232323 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ 3 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാം. അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു നമ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2 നമ്പർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 0.777 എക്സെട്ര. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 7 എന്ന് പറയുന്ന നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിൽ എപ്പോഴും 9 ആയിരിക്കും. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിൽ എപ്പോഴും 9 ആയിരിക്കും. പിന്നെ അതിന്റെ ന്യൂമറേറ്ററിൽ ഏത് സംഖ്യയാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതെടുത്ത് എഴുതുക. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടി 7/9. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ. 7/9 ആയിരിക്കും. അപ്പോൾ അംശത്തിൽ ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് എഴുതുക, ഛേദത്തിൽ 9 എഴുതുക. ഒരു നമ്പർ ആയതുകൊണ്ടാണ് 9 എഴുതുക കേട്ടോ. ഇവിടെ 777 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, സെയിം നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതുകൊണ്ടാണ് അതിന്റെ ഛേദത്തിൽ 9 എഴുതിയത്. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ 7/9 ആയിരിക്കും. അതിന്റെ ഭിന്നക രൂപം 7/9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് 7/9 വരുന്നതെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 0.232323 എക്സെട്രാനെ ഭിന്നസംഖ്യയാക്കി മാറ്റുക. തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഏതാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? 23 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന്റെ ന്യൂമറേറ്ററിൽ എന്ത് എഴുതുക? 23 എഴുതുക അല്ലെ. ഡിനോമിനേറ്ററിൽ 9 ആണോ? അല്ല അല്ലെ. ഇവിടെ 2 നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ 99 ആയിരിക്കും ആൻസർ വരിക. 23/99. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? 23/99. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. 2 നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ അംശത്തിൽ എഴുതി. 2 നമ്പേഴ്സ് ആയതുകൊണ്ട് ഛേദത്തിൽ 99. തൊട്ട് മുന്നേ ഒരു നമ്പർ ആയിരുന്നു റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതുകൊണ്ട് അംശത്തിൽ ആ നമ്പർ എഴുതി, ഛേദത്തിൽ 9 തന്നെ എഴുതി അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.222 × 0.1111 എത്രയാണ്? അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 0.222നെ എങ്ങനെ എഴുതാം? 2/9 എന്നെടുത്ത് എഴുതാം. അടുത്തത് 0.1111 എക്സെട്ര, അതിനെ 1/9 എന്നെടുത്ത് എഴുതാം. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അംശം മൾട്ടിപ്ലൈ ചെയ്യുക, ഛേദവും 2 × 1 2, 9 × 9 81. 2/81 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.2222 എക്സെട്ര പ്ലസ് 0.111 എക്സെട്ര എത്രയാണ്? ഇവിടെ അഡീഷൻ ആണ്, തൊട്ട് മുന്നേ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് 0.2222 അതിനെങ്ങനെ എഴുതാം? 2/9 എന്നെടുത്ത് എഴുതാം അല്ലെ.
പ്ലസ് അടുത്തത് 0.1111 അതിനെ 1/9 എന്ന് എടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ ഛേദം രണ്ടും തുല്യമാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് എങ്ങനെ എഴുതാം? 3/9 എന്ന് എടുത്ത് എഴുതാം. അംശവും ആഡ് ചെയ്യുക, ഛേദം ആ സെയിം നമ്പർ എടുത്ത് എഴുതുക. അപ്പോൾ ആൻസർ 3/9 എന്നാ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 0.111 എക്സെട്ര ഇൻറ്റു റൂട്ട് 0.444 എക്സെട്രാന് തുല്യമായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 0.1111 അതിനെ എങ്ങനെ എഴുതാം? 1/9 എന്ന് എടുത്ത് എഴുതാം അല്ലേ. ഇൻറ്റു അതുപോലെ 0.444 അതിനെ 4/9 എന്ന് എടുത്ത് എഴുതാം. ഒരു റൂട്ടും കൂടിയുണ്ട്. റൂട്ട് 1/9 ഇൻറ്റു 4/9. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അംശം മൾട്ടിപ്ലൈ ചെയ്യാം, ഛേദവും മൾട്ടിപ്ലൈ. 1 ഇൻറ്റു 4 4 എന്ന് വരും. ബൈ 9 ഇൻറ്റു 9 അതേപടി തന്നെ നമുക്ക് എടുത്തെഴുതാം അല്ലേ. റൂട്ട് ഒഴിവാക്കാം. റൂട്ട് 4 എത്രയാണ്? റൂട്ട് 4 2 ആണ്. അപ്പോൾ ഛേദത്തിൽ 9 ഇൻറ്റു 9 അത് റൂട്ട് ഒഴിവാക്കുമ്പോൾ ഒരു 9 മാത്രമായിട്ട് മാറും. അപ്പോൾ ആൻസർ 2/9 ആണ് വരുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റൂട്ട് ഒഴിവാക്കിയത് ഡൗട്ട് ഉണ്ടോ? റൂട്ടിൽ വരുന്നത് 4/9 ഇൻറ്റു 9 81 ആണ്. ഇതിനെ നമുക്ക് റൂട്ട് 4/√81 എന്നെടുത്ത് എഴുതാം. റൂട്ട് 4 എത്രയാണ്? 2 ആണല്ലേ. 2ന്റെ സ്ക്വയർ ആണ് 4 വരുന്നത്. അപ്പോൾ റൂട്ട് 4 2 ആണ്. അതുപോലെ റൂട്ട് 81 9ന്റെ സ്ക്വയർ ആണ് 81. അപ്പോൾ റൂട്ട് 81 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ അങ്ങനെയാണ് 2/9 വന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ NCERT 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ NCERTയിലെ ദശാംശ രൂപങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അവയുടെ ക്വസ്റ്റ്യൻസും ചെയ്യാം. താങ്ക് യു.